കേരളത്തിൽ നിന്നും ഡൽഹി വരെ വന്ന് ഈ കാണുന്ന ഹുമയൂൺ ടോംബ് വന്ന് കാണണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഓരോ ശവകുടീരങ്ങളാണ്. ഈ കാണുന്ന ശവകുടീരങ്ങൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിന്റെ അരികിലായി ഒരു ചെറിയ വാതിൽ എൻ്റെ കണ്ണിൽ പെട്ടു. അതിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അറബി അക്ഷരത്തിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തിൽ ഭൂതപിശാചുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അന്നത്തെ മാന്ത്രികന്മാർ എഴുതി വെച്ചതാവാം. എന്തായാലും അതിൽ നിന്ന് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് വരാം. നമ്മൾ ഇനി കയറി ചെല്ലാൻ പോകുന്നതാണ് യഥാർത്ഥ ഹുമയൂൺ ടോംബ്, അന്നത്തെ രാജാവായ ഹുമയൂനെ അടക്കം ചെയ്ത സ്ഥലം. ഈ കാണുന്ന ചെറിയൊരു കെട്ടിടത്തിന്റെ അകത്താണ് ഹുമയൂൺ ടോംബ് ഇരിക്കുന്നത് കേട്ടോ. അന്നത്തെ കാലത്തെ രാജാക്കന്മാർ മരണപ്പെട്ടാൽ ഇതുപോലെ വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് അവരെ അടക്കം ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് കയറിയ തന്നെ വളരെ മനോഹരമായ രീതിയിൽ, എന്ത് പറയാനാ, വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ അകത്തുള്ള ആർക്കിടെക്ചറായാലും ബാക്കി എന്തായാലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മറവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എന്തായാലും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹുമയൂൺ ടോംബ്. വീഡിയോയുടെ ഇൻട്രോ എല്ലാം പറഞ്ഞ് എൻ്റെ വാപ്പ വളരെ ക്ഷീണിതനായി. അപ്പം നമ്മൾ ഈ ഹുമയൂൺ ടോംബെല്ലാം കണ്ടു വന്ന സമയം നോക്കി വാപ്പ എന്ത് ചെയ്ത് ഒരു മരത്തിൻ്റെ സൈഡിൽ മിണ്ടാതെ കിടന്നുറങ്ങി. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഡൽഹിയിൽ ഇവിടെ മാത്രമാണ് കേട്ടോ ഇത്തിരി പച്ചപ്പും തണലും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.